നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് ഞാനിത് ഈദിൻ്റെ ദിവസം ഉണ്ടാക്കിയ ബിരിയാണിയാണ്. അപ്പം അത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല രുചിയോടുകൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ 2 ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 750 ഗ്രാമിൻ്റെ ചിക്കനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 1.5 കിലോ ചിക്കൻ ഉണ്ടായിരുന്നു. ചെറിയ കുഞ്ഞു ചിക്കനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2 എണ്ണം എടുത്തിരുന്നു. വലിയ ചിക്കനാണെങ്കിൽ 1 എണ്ണം എടുത്താൽ മതി. അപ്പോൾ ഇതിനകത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്ത് കുറച്ച് 2 ടേബിൾ സ്പൂൺ തൈര്, കുറച്ച് നാരങ്ങ നീര്, അതുപോലെ ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ബിരിയാണി മസാല. അപ്പോൾ ബിരിയാണി മസാല ഏതും എടുക്കാം. അപ്പോൾ ആ ബിരിയാണി മസാല ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 3 ടീസ്പൂൺ ബിരിയാണി മസാല ഇട്ട് ചിക്കനൊന്ന് പുരട്ടി മാറ്റി വെക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്ക് ഇത് അടച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് അരി വേവിച്ചെടുക്കണം. അപ്പോൾ അരി 3 ഗ്ലാസ് കൈമ ജീരകശാല റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് വേവിച്ച് വെച്ചേക്കുവാണ്. ഒരു 3/4 ഭാഗം വരെ വേവിച്ചിട്ടുണ്ട്. ഈ കുറച്ച് ഏലക്കയും ഗ്രാമ്പും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന അരിയാണ്. ഒരു 3/4 ഭാഗം മാത്രം വേവിച്ചാൽ മതി, ഒത്തിരി അങ്ങ് വേവിക്കേണ്ട. നമ്മളിതിപ്പം ഇനി ലാസ്റ്റിൽ നമുക്ക് ദം ഇടാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 75% വേവിച്ച് വെച്ചിരിക്കുന്ന അരിയാണിത്. ഇനി നമുക്കൊരു പാനിനകത്തോ കുക്കറിനകത്തോ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ 2 സവാള കനം കുറച്ചരിഞ്ഞത് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഒരു ബേ ലീഫും കുറച്ച് പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് സവാള ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പം കുറച്ച് മാറ്റി ഒന്ന് കോരി മാറ്റി വെക്കുക. ബാക്കിയുള്ളത് അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. എന്നിട്ട് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ചിക്കൻ കുറച്ച് വഴന്ന് കഴിയുമ്പോൾ ഒരു വൈറ്റ് കളറാകും. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ടിതൊരു കുറച്ച് ഒരു പകുതി വേവാകുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചിക്കനെല്ലാം കുറച്ച് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ നമ്മൾ നെയ്യിൽ മാറ്റി കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ലാസ്റ്റിൽ ഗാർണിഷ് ചെയ്യാനാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പകുതി വേവായ ചിക്കന് ഇതുപോലെ എണ്ണയിലൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. അപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് വറുക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒത്തിരി അങ്ങ് ഫ്രൈ ആകണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേന് ഇതുപോലെ നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കാം. ചിക്കൻ്റെ വേവിച്ച ഗ്രേവിയാണ് കുക്കറിനകത്ത് കിടക്കുന്നത്. അപ്പം ബാക്കിയുള്ള ഗ്രേവി ഞാൻ ഒരു കപ്പിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ദമ്മിടാൻ അത് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വേവിച്ച ചോറ് 3/4 വേവായ ചോറ് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് വറുത്ത ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ സ്റ്റോക്കില്ലേ, അപ്പോൾ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പുതിനയിലയും മല്ലിയിലയും അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഒന്ന് നിരത്തി വെക്കാം. കളറിന് വേണ്ടി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിനകത്ത് ചലിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫുഡ് കളർ വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്ര ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ 1-2 ഡ്രോപ്സ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് കുക്കർ അടച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴത്തേനും ഇതിനകത്ത് ആവിയെല്ലാം കയറി റൈസിലെല്ലാം ഫ്ലേവറും പിടിക്കും. എന്നിട്ട് പ്രഷർ പോയതിന് ശേഷം ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഒരു പാത്രത്തിനകത്തോട്ട് നമുക്ക് ഇത് നിരത്തിയിട്ടിട്ടതിന് ശേഷം അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യിൽ വളർത്തതല്ലേ അതും കുറച്ച് മല്ലിയിലയും പുതിനയിലയും അതിന് മുകളിലായിട്ട് വിതറി നമുക്ക് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു അടിപൊളി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുന്നതൊക്കെ എളുപ്പമാണ്, അതുപോലെ നല്ല രുചിയാണ് കഴിക്കാൻ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.